അതീതബോധ സഞ്ചാരം. സംശയാസ്പദമായ ആ കാഴ്ചകളിലൂടെ പ്രത്യക്ഷമായ തെളിവുകൾ ബിഗ് ബാങ് സിദ്ധാന്തത്തിന് അനുകൂലമെങ്കിലും താത്വികമായ നിഗമനങ്ങൾ ബിഗ് ബാങ് സിദ്ധാന്തത്തെ ന്യായീകരിക്കാവുന്ന വിധത്തിൽ സംഭവിക്കുന്നില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രപഞ്ച നിർമ്മിതിക്ക് കാരണമായ ഊർജം അതീവ സമ്മർദ്ദമായി കേവലമൊരു സങ്കല്പ തുല്യ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയും തുടർന്ന് സംഭവിച്ച സ്ഫോടന നിമിത്തവുമാണ് പ്രപഞ്ചം ഉത്ഭവിച്ചതെങ്കിൽ, അത്തരമൊരു ഉറപ്പ് ശാസ്ത്രത്തിനുണ്ടെങ്കിൽ ഇന്നത്തെ പ്രപഞ്ച രൂപത്തെക്കുറിച്ച് തീർച്ചയായും ധാരണാപരമായ വ്യക്തത ഉണ്ടാവേണ്ടതാണല്ലോ. ഒരു കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരുന്ന ഊർജം സ്ഫോടനത്തിലൂടെ രൂപങ്ങളായി പരസ്പരം അകന്ന് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഗാലക്സികളായി വികസിക്കുന്നുവെങ്കിൽ, പ്രപഞ്ചത്തിന്റെ രൂപം നിലവിലെ സാധ്യതകൾ വെച്ച് നിരീക്ഷണത്തിൽ ഒതുങ്ങാത്തതാണെങ്കിൽ കൂടി വിവരണങ്ങൾക്ക് വഴങ്ങാതെ വരുന്നത് എങ്ങനെ? ഒരു കേന്ദ്രത്തിൽ ഏതെങ്കിലും ബാഹ്യശക്തികളാൽ നിയന്ത്രിക്കപ്പെടാത്തതോ സ്വാധീനിക്കപ്പെടാത്തതോ ആയ അവസ്ഥയിൽ ഇന്നു കാണുന്ന പ്രപഞ്ചത്തിന് കാരണമായ ഊർജം മുഴുവൻ നിക്ഷിപ്തമായിരുന്നുവെങ്കിൽ, മഹാവിസ്ഫോടനം എന്നത് ഗോളാകാരത്തിലുള്ള ഒരു ചിതറലായിട്ടല്ലാതെ സംഭവിക്കുന്നത് എങ്ങനെ? ഗോളാകാരം സംഭവിക്കത്തക്ക വിധത്തിലുള്ള സ്ഫോടനത്തിലൂടെ ഊർജം ചിതറിയുണ്ടായ 1400 കോടിയോളം വർഷങ്ങളുടെ പഴക്കം ചിന്തിക്കുന്ന ഗാലക്സികളും മറ്റും ആർജിത വേഗം കൊണ്ട് സഞ്ചരിക്കാവുന്നത്ര ദൂരം സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ പ്രപഞ്ച കേന്ദ്രത്തിനും ഗാലക്സികൾക്കുമിടയ്ക്ക് 1400 കോടി വർഷങ്ങളുടെ സഞ്ചാരവേഗം കൊണ്ട് ഉണ്ടായ അകലം എന്ന നിലയിൽ രൂപരഹിതമായ അനിവാര്യമായ ശൂന്യത ഒരു പന്തിന്റെ ഉൾഭാഗം എന്ന പോൽ നിലനിൽക്കുന്നതായല്ലാതെ കരുതാൻ ആവില്ലല്ലോ. രൂപം നിർണയിക്കാനാവാത്ത വിധം ഏതെങ്കിലും ഒരു ദിശയിലേക്കോ വൃത്താകാരമായി പരന്ന രീതിയിലോ മറ്റേതെങ്കിലും തരത്തിലോ വരത്തക്ക വണ്ണമാണ് മഹാവിസ്ഫോടനം നടന്നിട്ടുള്ളതെങ്കിൽ, ആ പ്രത്യേക ദിശയിലേക്ക് സ്ഫോടനം സംഭവിക്കാൻ കാരണമായ നിയന്ത്രണ ശക്തി എന്തായിരിക്കാം? സ്ഫോടന ഫലമായി ബഹിർഗമിക്കുന്ന ഊർജത്തിന്റെ അതിസൂക്ഷ്മാവസ്ഥ നക്ഷത്രങ്ങളും നക്ഷത്രമണ്ഡലങ്ങളുമായി രൂപം പ്രാപിച്ച് പ്രവർത്തിക്കുമ്പോഴും ഇവയിലെല്ലാം പൊതുവായുള്ള സ്വഭാവമാണ് ഭ്രമണം എന്നത്. ഈ ഭ്രമണം സ്വയമായും കൂടുതൽ ശക്തിയുള്ള നക്ഷത്രത്തെയോ ഗ്രഹത്തെയോ ചുറ്റുന്ന വിധത്തിലുമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബിഗ് ബാങ് മുഖാന്തരം കേന്ദ്രത്തിൽ നിന്ന് സ്വതന്ത്രമായ ഊർജം നക്ഷത്രങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും ആയിത്തീർന്നതിന് ശേഷവും നിരന്തരം ഭ്രമിക്കുന്നതിനുള്ള പ്രേരണ പ്രപഞ്ചമാകെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഭ്രമണം എന്ന സ്വഭാവമല്ലാതെ ഊർജപരിണതിയായ നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും എന്ന പ്രപഞ്ചരൂപങ്ങൾക്ക് മറ്റെന്തെങ്കിലും സ്വഭാവം ഉണ്ടായിക്കൂടായിരുന്നോ? ബിഗ് ബാങ് മുഖാന്തരം സംഭവിച്ച ജ്യോതിർരൂപങ്ങൾക്ക് ഗാലക്സികൾ എന്നതായല്ലാതെ സ്വതന്ത്രമായ ഓരോ നക്ഷത്രങ്ങളായി പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് സഞ്ചരിക്കാമായിരുന്നില്ലേ? വാസ്തവത്തിൽ സ്ഫോടനതരമായ ഊർജ ബഹിർഗമനത്തിന് ശേഷം ഗാലക്സികൾ എന്നതായല്ലാതെ സ്വതന്ത്ര നക്ഷത്രങ്ങളായി വിദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിലാണല്ലോ കൂടുതൽ സ്വാതന്ത്ര്യം കാണാനാവുക. എവിടെ നിന്നാണ് മഹാപ്രപഞ്ചത്തിന് കാരണമാകാൻ തക്കവണ്ണം ഇത്രയധികം ഊർജം ഒരു കേന്ദ്രത്തിൽ വന്നടിഞ്ഞ് വലിയ നിക്ഷിപ്താവസ്ഥയായത്? ചില ബോധ്യങ്ങൾ.
ഊർജം എന്നത് അതിന്റെ അതീവ സങ്കീർണ പൂർണ്ണതയിൽ തീർത്തും രൂപരഹിതം ആയതുകൊണ്ട് തന്നെ സങ്കല്പം എന്ന അവസ്ഥയാണ്. സങ്കല്പം എന്ന ഈ അവസ്ഥയിൽ വെച്ച് ഊർജത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാവുന്നു എന്നത് പക്ഷേ മനുഷ്യരുടെയും ഇതര ജീവജാലങ്ങളുടെയും അനുഭവമായി എടുത്തു കാണാവുന്നതുമാണ്. ഊർജത്തിന്റെ അവസ്ഥാ വൈവിധ്യങ്ങളായി നിലകൊള്ളുന്ന പ്രകൃതിയെ ആഹരിച്ചും മറ്റും ഊർജത്തെ ജീവനിൽ നിക്ഷിപ്തമാക്കി പ്രത്യുൽപാദനപരമായ ഊർജ പുനർനിർമ്മാണം നടത്തുന്നതും ഒരു ജീവനിൽ നിക്ഷിപ്തമാകുന്ന ഊർജത്തിന്റെ തന്നെ പരിണതിയായ അറിവിനെ മറ്റു ജീവനുകളിലേക്ക് പകർത്തി അറിവിന്റെ വൈപുല്യം സാധ്യമാക്കുന്നതും ഒക്കെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ തന്നെ അനുഭവമാണ്. ജീവശേഷികളിൽ പ്രകടമാകുന്ന ഈ പ്രതിഭാസത്തിന്റെ കാരണതരമായ പ്രവർത്തനം സാധ്യമാക്കുന്ന പ്രപഞ്ച കേന്ദ്ര സംവിധാനത്തിൽ വെച്ച് അനുകൂല ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി ഊർജത്തെ സൃഷ്ടിക്കാൻ സാധ്യമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സൃഷ്ടി എന്നത് അനുകൂല സാഹചര്യത്തിലും അവസ്ഥയിലും ഏതെങ്കിലും ഒരു ജീവന്റെ വിശേഷതരമായ ശേഷിയാൽ മാത്രവും സംഭവിക്കുന്നതുമാണ്. ഊർജത്തിന്റെ നിർമ്മാണവും ഇത്തരത്തിലാണ് സംഭവിക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ മഹാപ്രപഞ്ചത്തിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ഇത്രമാത്രം ഊർജം ഒരു കേന്ദ്രത്തിൽ വന്നടിഞ്ഞു എന്ന് വിചാരിക്കുന്നതിലൂടെ വാസ്തവത്തിൽ പ്രപഞ്ചോൽപത്തി എന്ന സങ്കല്പം താത്വികമായി ദുർബലമായി പോവുകയാണ് ചെയ്യുന്നത്. ഇന്നു കാണുന്ന പ്രപഞ്ചം ഉണ്ടായതിന് കാരണം മഹാവിസ്ഫോടനം ആണെന്ന് കരുതുകയും സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിന് കാരണമായ ഊർജം ഒരു കേന്ദ്രത്തിൽ നിക്ഷിപ്തമായത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതിനും തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിന് സാധ്യമായിരിക്കുന്ന പ്രവർത്തനശേഷിക്ക് തുല്യമായിരുന്നു കേന്ദ്രീകൃതമായി രൂപമില്ലാതെ സങ്കല്പാവസ്ഥയിൽ നിന്ന പ്രപഞ്ചം എന്നതുകൊണ്ട് രൂപരഹിതമായ ഊർജത്തിന്റെ കേന്ദ്രീകരണത്തിന്റെ കാരണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടിനും മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് ഉള്ളതുപോലെ തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. തുടരുന്ന സംശയങ്ങൾ. മഹാവിസ്ഫോടനത്തിലൂടെ കേന്ദ്രത്തിൽ നിന്ന് ഊർജ ബഹിർഗമനം പൂർണ്ണമായും സംഭവിച്ച സ്ഥിതിക്ക് ഇന്നു കാണുന്ന പ്രപഞ്ചത്തെ നിയന്ത്രിക്കത്തക്ക വിധമുള്ള കേന്ദ്രം എന്ന് സങ്കല്പിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കാൻ സാധ്യതയില്ലല്ലോ. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്രമണ്ഡലങ്ങളുമായി രൂപതരമായി പ്രവർത്തിച്ച് നിലകൊള്ളുന്ന ഊർജ വൈവിധ്യങ്ങളെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ സ്ഫോടനാനന്തരവും കേന്ദ്രം നിലനിൽക്കുന്നുവെങ്കിൽ പ്രപഞ്ചം എന്നതിനെ ലക്ഷ്യബോധമുള്ള പ്രവർത്തനമായല്ലേ കരുതാനാവുകയുള്ളൂ. ഇപ്രകാരമെങ്കിൽ ഭദ്രമായ യുക്തിയിലൂടെ ആയിരിക്കണമല്ലോ മഹാവിസ്ഫോടനം നടന്നിരിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തെ ഒരു കേവല ഭൗതികാവസ്ഥ എന്നതിനപ്പുറം വിചാരപരമായ സമ്പൂർണത എന്നതായി പരിഗണിക്കേണ്ടി വരുമല്ലോ. മഹാവിസ്ഫോടനാനന്തരമുള്ള അവസ്ഥാ വൈവിധ്യങ്ങൾ എന്ന നിലയിൽ ഗാലക്സികളായി രൂപം കൊണ്ട് ഊർജത്തിന് പ്രവർത്തന നിരതമാകേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ്? ഊർജത്തിന് ഗാലക്സികളോ നക്ഷത്രങ്ങളോ ആയി മാറാതെ രൂപരഹിതമായ അവസ്ഥയിൽ നിലനിൽക്കുന്നതിനും ആവശ്യമെങ്കിൽ വിദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനും കഴിയാതിരുന്നതെന്തേ? ഇരുണ്ട ദ്രവ്യം ഗാലക്സികൾക്ക് ഉണ്ടെന്ന് കരുതാനാവുമ്പോഴും മഹാവിസ്ഫോടന ഫലമായ ഊർജ ബഹിർഗമനത്തിലൂടെ അനന്തശൂന്യതയിൽ പല ഭാഗങ്ങളിലായി ഗാലക്സി കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ഇരുണ്ട ഊർജം രൂപപ്പെട്ടു വന്നത് എന്ത് കാരണത്താലായിരുന്നു?
പ്രപഞ്ചം എന്ന ഏക പ്രവർത്തനത്തിന്റെ അംശങ്ങൾ മാത്രമായ ഗാലക്സികൾക്ക് നക്ഷത്രങ്ങളെ വിന്യസിച്ച് പ്രവർത്തനനിരതമാകുന്നതിന് ബ്ലാക്ക് ഹോൾ പോലുള്ള കേന്ദ്രീകൃതാവസ്ഥ വേണമെന്നിരിക്കെ കോടിക്കണക്കായ ഗാലക്സികളെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച കേന്ദ്രത്തിന് മുഴുവൻ ഗാലക്സികളെയും നിയന്ത്രിക്കുന്നതിന് തക്ക ശേഷിയുള്ള ഒരു ഇരുണ്ട കേന്ദ്രം ഉണ്ടാവാതിരിക്കുന്നത് എങ്ങനെ? കേന്ദ്രീകൃതമായ പ്രവർത്തന സംവിധാനം ഇല്ലാത്ത പക്ഷം പ്രപഞ്ചം എന്ന പ്രവർത്തനത്തിന്റെ കൃത്യത ബാഹ്യതരം മാത്രമല്ലേ ആയിരിക്കുകയുള്ളൂ. ഗാലക്സികൾക്കോ പ്രപഞ്ചത്തിന് തന്നെയോ ഒരു ഇരുണ്ട കേന്ദ്രം രൂപപ്പെടുന്നതിന് കാരണമെന്താണ്? നക്ഷത്രങ്ങൾ മരിച്ചതിന് ശേഷം നിലവിൽ വരുന്ന അവസ്ഥ എന്നാണല്ലോ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് അറിയാനാവുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന് മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും പ്രവർത്തിച്ച് മരിച്ചതിന് ശേഷം നിലവിൽ വന്ന അവസ്ഥകളായിരിക്കുമോ നിലവിലുള്ള പ്രപഞ്ചത്തിനും ഗാലക്സികൾക്കും കേന്ദ്രമായിരിക്കുന്ന ഇരുണ്ട അവസ്ഥകൾ? പ്രപഞ്ചത്തിന്റെ ഭ്രമണപരമായ പ്രവർത്തനങ്ങളെല്ലാം നിരന്തരവും പക്വതയോടെയും കൃത്യതയോടെയും ആണെന്നിരിക്കെ ഇപ്രകാരം നിരന്തര ഭ്രമണത്തിൽ ആയിരിക്കാൻ തക്കവണ്ണമുള്ള കാരണം ഉണ്ടാവാതിരിക്കാൻ തരമില്ലല്ലോ. ഇതനുസരിച്ച് ഗാലക്സികളായും നക്ഷത്രങ്ങളായും നടക്കുന്ന പ്രവർത്തനങ്ങൾ പ്രപഞ്ചാരംഭത്തിന് മുമ്പേ അതീവ സൂക്ഷ്മമായി ഉണ്ടായിരുന്ന ഊർജം എന്ന അവസ്ഥയിൽ സ്വഭാവമായി നിലനിന്നിരുന്നത് ആകാനല്ലേ തരമുള്ളൂ. ഊർജത്തിന് നിലവിലുള്ള പ്രാപഞ്ചിക പ്രവർത്തനങ്ങളുടെ കാരണം എന്ന നിലയിൽ ശേഷി കൈവരണമെങ്കിൽ അതിന് തക്കവണ്ണം ഒരു അനുഭവത്തിൽ നിന്നും ആയിരിക്കാനല്ലേ തരമുള്ളൂ. കാരണമില്ലാതെ കാര്യങ്ങൾ ഉത്ഭവിക്കുന്നില്ല എന്നതുകൊണ്ട് പ്രപഞ്ചം എന്ന പ്രവർത്തനം ജനിമൃതികളിലൂടെ ചാക്രികമായും പ്രത്യുൽപാദനപരമായും മുന്നേറുന്നു എന്നാണല്ലോ തിരിച്ചറിയാനാവുക. നിരീക്ഷണത്തിന്റെയും വിചാരത്തിന്റെയും പുതിയ വഴികളും നിലവിലുള്ള ശാസ്ത്രീയ അന്വേഷണപരമായ നിഗമനങ്ങളും കോർത്തിണക്കി പ്രപഞ്ചഘടനയെയും ജീവനെയും സംബന്ധിക്കുന്ന വിശദീകരണത്തിന് അതീത നിരീക്ഷണം തയ്യാറാവുന്നു.